ഷാനവാസ് ക്യാപ്റ്റൻസി ഏറ്റെടുത്ത ദിവസം തന്നെയായിരുന്നു. ഇന്ന് ആദ്യ ദിവസം തന്നെ ഗംഭീര വഴക്കാണ് ഉണ്ടായത്. അത് അനീഷിൻ്റെ ഒരു ഗെയിം കൃത്യമായിട്ട് അനീഷ് ഗെയിം കളിച്ചു. അത് കൃത്യമായിട്ട് ഷാനവാഫിനത് മനസ്സിലാക്കുകയും ചെയ്തു. മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടി ഷാനവാഫ് ശ്രമം നടത്തുകയും ചെയ്തു. അത് വിജയിക്കാതെ പോയത് മറ്റുള്ളവരുടെ ഈഗോ പ്രശ്നം തന്നെയാണ് എന്നെനിക്ക് തോന്നി. ഷാനവാഫ് ക്യാപ്റ്റൻസി എന്ന നിലയിൽ ഷാനവാഫിൻ്റെ പ്രകടനം നമ്മൾ വളരെ എന്താണെന്നായിട്ടാണ് നോക്കിക്കാണുന്നത്. കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ അനീഷിൻ്റെ പ്രകടനം വളരെ മോശപ്പെട്ട പ്രകടനമായിരുന്നു. അനീഷ് ക്യാപ്റ്റൻ എന്ന നിലയിലല്ല അനീഷ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അനീഷ് സ്വന്തം നിലയിൽ തന്നെയാണ് അവിടെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ക്യാപ്റ്റൻസിക്ക് വേണ്ട യോഗ്യത അനീഷിൻ്റെ പ്രകടനത്തിൽ കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടില്ല. ഈ ആഴ്ച ഷാനവാഫിൽ നിന്ന് നമ്മൾ വേറെ ലെവൽ പ്രകടനം തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഒരു മൈൻഡ് ഗെയിം ഷാനവാഫ് അവിടെ കളിക്കുന്നുണ്ട്. ഷാനവാഫിന് എല്ലാവരുമായിട്ടും ഒരു ഗെയിം കളിക്കുന്നുണ്ട് എന്നുള്ള, പ്രത്യേകിച്ച് ഒരു ഗ്രൂപ്പോ ഒന്നും തന്നെ ഷാനവാഫ് അവിടെ ഉണ്ടാക്കുന്നില്ല. ഷാനവാഫിൽ നിന്ന് മികച്ച ഒരു പ്രകടനം തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിനനുസരിച്ചുള്ള ഒരു നിലപാടായിരുന്നു ഷാനവാഫ് ആദ്യം സ്വീകരിച്ചത്. ഈ ടാസ്ക് തുടങ്ങുന്നതിന് മുമ്പ് ഷാനവാഫ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ആദ്യം 1ാം സ്ഥാനത്തോ 2ാം സ്ഥാനത്തോ ആരെങ്കിലും പോട്ടെ, ആരും തന്നെ പോകട്ടെ, ആരിൻ്റെ പരമാവധി ട്രിഫുകൾ ഇവർക്കാർക്കും ഇല്ല. അപ്പം പരമാവധി ബാഡ്ജുള്ളവർക്കാണ് ട്രിഫുകളുള്ളത്. അത് ആരിൻ്റെ കയ്യിലുണ്ട്. ആരിന് പരമാവധി ട്രിഫുകൾ എത്ര വേണമെങ്കിൽ ഉപയോഗിക്കാം. അപ്പോൾ ആരിന് ട്രിഫ് എടുക്കേണ്ട കാര്യമില്ല. പരമാവധി ആഹാരസാധനങ്ങൾ എടുക്കട്ടെ, 2ാമതും 3ാമതും ഒക്കെ ആയിട്ട് മറ്റുള്ളവർ പോകട്ടെ എന്നുള്ള സ്റ്റാൻഡാണ് എടുത്തത്. അതെല്ലാവരും സമ്മതിച്ചു. പക്ഷേ അനീഷിൻ്റെ ഗെയിം അനുസരിച്ച് അനീഷ് അത് സമ്മതിച്ചില്ല. അനീഷിന് 1ാം സ്ഥാനം വേണം എന്നുള്ള ഒരു പിടിവാശിയല്ല, അനീഷിൻ്റെ ഒരു ഗെയിമാണ്. അങ്ങനെ വേണ്ട എന്നൊരു കാരണവശാലും ഞാൻ പറയുന്നില്ല. കാരണം അനീഷ് കളിച്ച അനീഷിൻ്റെ ഗെയിമാണ്. ഈ ആൾക്കാരെ രസിപ്പിക്കാനും കൂടെ ഈ ഷോയ്ക്ക് കഴിയണം. അത് കൃത്യമായിട്ട് അനീഷ് നടത്തുന്നുണ്ട്. അനീഷിൻ്റെ വോട്ടിംഗ് നിലവാരം കൂടാനാണ് സാധ്യത കൂടുതൽ. അപ്പം 2ാമത് അനീഷ് ഒരു കാരണവശാലും പിന്മാറില്ല എന്ന് മനസ്സിലാക്കിയ ഷാനവാഫിൻ്റെ നേതൃത്വ പാഠവും വീണ്ടും ഉണരുന്നുണ്ട്. ബാക്കിയുള്ളവരുമായിട്ടൊക്കെ സംസാരിച്ച് ഷാനവാഫ് ഒരു നിലപാടിലെത്തുന്നു. ഏതായാലും ടാസ്ക് നടക്കുകയല്ലേ, ആരെങ്കിലും 1ാം സ്ഥാനത്തോ 2ാം സ്ഥാനത്തോ ഒക്കെ പോട്ടെ, നമ്മുടെ പ്രശ്നം അതല്ല. പരമാവധി ആഹാര സാധനങ്ങൾ എത്തിക്കുക, അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എത്തിക്കുക, അതിനുവേണ്ടിയാണ് നമ്മൾ ശ്രമിക്കുന്നത്. അതുകൊണ്ട് അനീഷ് വഴക്കൊന്നും വേണ്ട, അനീഷ് തന്നെ 1ാമത് പോട്ടെ, ബാക്കിയുള്ളവർ 2ാം സ്ഥാനത്ത് പോവാം, 3ാമതും ഒക്കെ ആയിട്ട് തീരുമാനമെടുത്തു. അത് നടപ്പിലാക്കാൻ പോയപ്പോഴാണ് ചിലവരുടെ ഈഗോ അത് സമ്മതിച്ചില്ല എന്നുള്ളതാണ്. അപ്പാനി ശരത്ത് അങ്ങനെയുള്ള ഈ അക്ബർ അങ്ങനെയുള്ള കുറച്ച് ആൾക്കാർ ഇത് സമ്മതിക്കാൻ കൂട്ടാക്കിയില്ല. അപ്പോൾ തന്നെ ഷാനവാഫ് തൻ്റെ നിലപാട് മാറ്റുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ടാസ്ക് ഒഴിവാക്കിക്കോട്ടെ, ബിഗ് ബോസ് എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കട്ടെ, നമുക്ക് ഒഴിവാക്കിയെടുക്കാം. അപ്പം ഷാനവാഫ് എന്ന് പറയുന്ന ക്യാപ്റ്റൻ ബാക്കിയുള്ള ആൾക്കാരുടെ മനസ്സിലാക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുവാനും കഴിയുന്നുണ്ട്. അതുപോലെ നേതൃത്വ പാഠവും അവിടെ കാണാനും പറ്റുന്നുണ്ട്. പലപ്പോഴും ഇവർ ചർച്ചകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പം പലരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എണ്ണിച്ച് പോകുന്നത് കാണാം. ഈ ഷാനവാഫ് എന്തോ ഒരു കാര്യത്തിന് പോകുമ്പോഴത്തേന് ഷാനവാഫ് പറയുന്നുണ്ട്, അത് ഇവിടെ പറ്റത്തില്ല, പോയിരിക്കെ എന്ന് പറയുന്ന ആജ്ഞാശക്തിയുണ്ട്. അത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നോക്കുമ്പം ഈ അനീഷിന് അങ്ങനെ ഒരു ശക്തിയൊന്നുമില്ലായിരുന്നു. അനീഷിനെ ആരും മൈൻഡ് ചെയ്യത്തില്ലായിരുന്നു. അനീഷ് ക്യാപ്റ്റൻ എന്ന നിലയിൽ അവർക്കെതിരായിട്ടാണ് വന്നത്. അവർ വോട്ട് ചെയ്തിട്ടും എതിരായിട്ട് വന്നത്. ബിഗ് ബോസ് തീരുമാനിച്ച ഒരു ക്യാപ്റ്റനാണെന്നൊരു തോന്നൽ കഴിഞ്ഞ പ്രാവശ്യം എല്ലാ മത്സരാർത്ഥികൾക്കും ഉണ്ടായിരുന്നു. ഈ പ്രാവശ്യം അങ്ങനല്ല. ഷാനവാഫിൽ നിന്ന് മികച്ച ഒരു ക്യാപ്റ്റനെ തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഷാനവാഫ് ഇതിനിടയിൽ മൈൻഡ് ഗെയിമും കളിക്കുന്നുണ്ട്. കൃത്യമാണ്, ഒറ്റയ്ക്ക് നിന്ന് കളിക്കുകയാണ്. ഷാനവാഫിൽ നിന്ന് ഒരു മികച്ച കളിക്കാരനെ തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യ ദിനം വലിയ കുഴപ്പമില്ലാതെ മികച്ച ഒരു ക്യാപ്റ്റനെ നമുക്ക് കാണാൻ പറ്റി. വരും ദിവസങ്ങളിൽ ബിഗ് ബോസാണ്. 18 പേരും പല രീതിയിലുള്ള ആൾക്കാരാണ്. അവരെയൊക്കെ ഒന്നിച്ച് മേയിച്ചുകൊണ്ട് നടക്കുക എന്ന് പറയുന്നത് ഇച്ചിരി പിടിപ്പുള്ള പണിയാണ്. ഷാനവാഫ് ഇത് ഭംഗിയായിട്ട് നടത്തുമോ ഇല്ലയോ എന്നുള്ളത് വരും ദിവസങ്ങളിൽ നമുക്കറിയാൻ പറ്റും. അതിനുവേണ്ടി നമുക്ക്